ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ റാഹത്താണ്. ഇന്ന് നമ്മൾ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമളാൻ മുബാറക്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്ക് കുറച്ച് തട്ടിക്കൂട്ടായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ചോറ് പെട്ടെന്ന് റെഡിയാക്കുകയാണ്. ഇന്ന് ബീഫ് കറി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് ബീഫൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഈ ബീഫ് നമ്മൾ വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഹാഫ് കുക്ക് ആക്കിയിട്ടുള്ള ബീഫാണ്. ഞാൻ പെട്ടെന്ന് തന്നെ കറിയൊക്കെ റെഡിയാക്കുകയാണ്. കാരണം കറി റെഡി ആയിട്ട് വേണം കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കണോണ്ട് കുറച്ചധികം സമയം തന്നെ വേണം. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ബീഫ് കറി വെക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ പൊട്ടി വന്നതിന് ശേഷം ആദ്യം കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളറായതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ഒരേ സമയമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് പട്ട, പൂവ്, ഏലക്കായി, പിന്നെ ഞാൻ കുറച്ച് ഇറച്ചി മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെ എരിവിനും ടേസ്റ്റിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മൾ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ ബീഫിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇക്കയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ഇറച്ചിക്കറിൻ്റെ കൂടെ കിഴങ്ങും കൂടി ആഡ് ചെയ്യണത്. ഇക്ക ഈ കിഴങ്ങ് മാത്രമാണ് കേട്ടോ കഴിക്കുക, ബീഫിൻ്റെ കഷ്ണം അധികമൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടോ നോക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കേട്ടോ. കാരണം ഹാഫ് കുക്കായിട്ടുള്ള ബീഫാണ്, അതുകൊണ്ട് 3 വിസിൽ മതി. അങ്ങനെ 3 വിസിലിന് ശേഷം നമ്മൾ സിമ്പിളായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, കരിവേപ്പില, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി റെഡിയായി. പിന്നെ എൻ്റെ കുളിയും മക്കളെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇസുവിന് ഫുഡ് എടുക്കാൻ നമുക്ക് ഏകദേശം 2 മണിക്കൂർ തന്നെ വേണം കേട്ടോ. ഭക്ഷണത്തോട് തീരെ ആഗ്രഹമില്ലാത്ത ഒരാളാണ് നമ്മളെ ഇസു. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നത് ഇസുവിനൊക്കെ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ. അപ്പം നമ്മളെ മലബാർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള പത്തിരി തന്നെയാണ് കേട്ടോ നോമ്പിന്. ഇവിടെ പിന്നെ അത്താഴത്തിനും പത്തിരി തന്നെയാണ്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചോറ് വെക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യത്തെ നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഏകദേശം എത്ര പൊടി എടുക്കണം, എത്ര നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളൊരു കണക്ക് കിട്ടുക. ഞാൻ ഈ പൊടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ട് എത്ര എടുക്കണമെന്ന്. പിന്നെ നമ്മൾ ഈ നോമ്പിന് ഒരുപാട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. നമുക്ക് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനും പറ്റില്ല, പിന്നെ അതൊക്കെ ഒന്ന് വേസ്റ്റ്. അപ്പോൾ ഞാൻ പരമാവധി ഫുഡ് കുറച്ചിട്ടാണ് ഉണ്ടാക്കാൻ ശ്രമിക്കാറ്. എൻ്റെ മക്കൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ പത്തിരി ഉണ്ടാക്കൽ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ എൻ്റെ വീട്ടിൽ പത്തിരിയാണ് ഉണ്ടാകൽ കൂടുതലും. എനിക്കാണെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു പരിപാടിയാണ് ഈ പത്തിരി ഉണ്ടാക്കൽ. കുഴക്കണം, പരത്തണം, പിന്നെ ചുടണം. ദോശ ഇഡലിയൊക്കെ ആണെങ്കിൽ ഒന്ന് അരച്ചിട്ട് പിന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മതിയല്ലോ. പക്ഷെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം പത്തിരി തന്നെയാണ്, അത് വേറെ കാര്യം. പിന്നെ അത് ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ് അതിനോട് വല്ലാത്തൊരു താല്പര്യമില്ലാത്തത്. ഞാൻ ഇസു ഉണർന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഈ പത്തിരിപ്പണി തീർക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ അവൻ എണീറ്റ് വന്ന ഉടനെ തന്നെ മുപ്പരുതാ ഈ പൊടിയിലാണ് കേട്ടോ കളിക്കണത്. അവനോട് ഈ പൊടിയിൽ കളിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോഴാണ് അവൻ അധികം കളിക്കുക. അതുകൊണ്ട് ഞാനൊരക്ഷരം മിണ്ടാൻ പോയിട്ടില്ല. അവന് കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ എന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ ഓന് 100 സംശയം ഉണ്ട്, ഇത് പത്തിരിയാണോ അതോ ചപ്പാത്തിയാണോ. അപ്പം അതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പത്തിരിയൊക്കെ ഒന്ന് പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പത്തിരി പ്രസ്സും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഓരോന്നും അപ്പം ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ജോലിഭാരം കൂടും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വൃത്തികേടായി കിടക്കും. അപ്പോഴേക്കും ഷാമോന് ട്യൂഷന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ഷാമോനെ കൊണ്ടുവിടാണ്. നമ്മൾ ഇസുവിൻ്റെ കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ തന്നെയാണ് അവന് ട്യൂഷന് പോണത്. ഇത് അതിൻ്റെ മുകളിലാണ്. അങ്ങനെ ഇതാ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം നിസ്കാരം ഇസുവിന് ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ പത്തിരി ചുടൽ പരിപാടിയിലേക്ക് കിടന്നത്. നല്ല വെയിലാണ് കേട്ടോ. പോയി വന്നപ്പോൾ തന്നെ ഒന്ന് സൈഡായിട്ടുണ്ട്. അപ്പം അതാ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഞാൻ എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരേ ഫില്ലിങ്ങിൽ 2 ഐറ്റം സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിയില ഇതൊക്കെയാണ് ഇട്ടത്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന 2 ഐറ്റം നമ്മളെ കട്ട്ലറ്റും അതുപോലെ തന്നെ തലശ്ശേരിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാമുറിയാണ്. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഞാൻ ഒരേ സമയമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് വഴந்து വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് ഗരം മസാല ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മസാലക്കൂട്ട് റെഡിയായി. ഈ മസാലക്കൂട്ട് തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം മൈദ ചേർത്താലും മതി. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഈ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കട്ട്ലറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ. ആദ്യം ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു അടപ്പൊക്കെ വെച്ചിട്ട് കേട്ടോ അത് ഷേപ്പാക്കല്. പിന്നെ ഞാൻ ഇങ്ങനെ പൊടി ചേർത്തതിന് ശേഷം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൽ തുടങ്ങി. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. അങ്ങനെ ഇതാ എല്ലാ കട്ട്ലറ്റും നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കോൺഫ്ലവറിൻ്റെ മിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക. സാധാ പച്ചവെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് കോൺഫ്ലവർ കലക്കിയതാണ് കേട്ടോ ഈ ഒരു മിക്സ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് 2 തവണ ആയിട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് ശരിക്കും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് നിൽക്കുക. സാധാരണ നമ്മൾ എഗ്ഗിൻ്റെ മിക്സിലാണല്ലോ ഇത് ഡിപ്പ് ചെയ്യല്. ഇങ്ങനെ കോൺഫ്ലവറിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട്ലറ്റ് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും. ചൂടാറി കഴിഞ്ഞാലും കട്ട്ലറ്റ് ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. അങ്ങനെ ആ കട്ട്ലറ്റൊക്കെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്ത ഐറ്റമായിട്ടുള്ള തലശ്ശേരിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാമുറി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് 3 എഗ്ഗ് പൊങ്ങിയത് ഇതുപോലെ അരിപ്പൊടിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ 3 എഗ്ഗും അരിപ്പൊടിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കിയ നമ്മളെ കട്ട്ലറ്റിൻ്റെ അതേ മസാലക്കൂട്ട് തന്നെ ഈ എഗ്ഗിലൊന്ന് വെച്ചിട്ട് ഈ എഗ്ഗ് നന്നായിട്ട് ഈ മസാല വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക കേട്ടോ. ജസ്റ്റ് ആദ്യം മസാല ഒന്ന് പരത്തിയതിന് ശേഷം എഗ്ഗ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ തലശ്ശേരിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാമുറി. വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. അങ്ങനെ ഇതാ നമ്മളെ 3 എഗ്ഗും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട്ലറ്റിന് ചെയ്ത അതേ പ്രോസസ്സ് തന്നെ കേട്ടോ ഇതിനും. കോൺഫ്ലവറിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 2 തവണ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അത് മസ്റ്റാണ്. പിന്നെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടാക്കുമ്പോൾ അധികം ലൂസായി പോകരുത് കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഇതാ നമ്മളെ 3 തേങ്ങാമുറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ചൂടുള്ള എണ്ണയിലേക്കൊക്കെ വെച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം പതുക്കെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്ര ബ്രൗൺ ആക്കണ്ട കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇസുവിൻ്റെ അടുത്തുനിന്ന് പോയതിനി. അപ്പോൾ ഈ ഒരു കളറായിപ്പോയി. ഇതാ ഇങ്ങനെ ബ്രൗൺ ആകുമ്പോൾ തന്നെ കോരി മാറ്റാം. അങ്ങനെ ഇതാ സമയം 5:30 ആയിട്ടുണ്ട്. ഇക്ക ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. സ്നാക്സ് ഒക്കെ റെഡി ആയതിനു ശേഷം ഞാൻ കുറച്ച് കഞ്ഞിയാണ് കേട്ടോ വെക്കുന്നത്. കഞ്ഞി പിന്നെ ഇക്കാണ് കേട്ടോ. തറാവി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഞ്ഞി കുടിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള തേങ്ങാമുറി. കണ്ടിട്ടൊരു തേങ്ങനെ പോലൊക്കെ കാണാൻ തോന്നുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങാമുറി എന്നുള്ള പേര്. പിന്നെ അത് നമ്മളെ കട്ട്ലറ്റും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ തേങ്ങാമുറി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല ക്രിസ്പിയാണ് പുറത്ത്, ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്. ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് ശരിക്കും തേങ്ങാമുറി ആയിട്ട് തോന്നുന്നത്. ഈ തേങ്ങാമുറി ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. വളരെ ഈസിയാണ് ഇത് റെഡിയാക്കാൻ. അതിൻ്റെ ഇടയിൽ ഇതാ വെള്ളം കലക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് മിന്റ് ലൈമാണ്. പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ് ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ ഏറ്റെടുത്തത്.
അങ്ങനെ ദാ ബാങ്ക് വിളിച്ചു, ഞങ്ങൾ നോമ്പ് തുറക്കാണ്. അൽഹംദുലില്ലാ ഞങ്ങൾ ആദ്യത്തെ നോമ്പ് അങ്ങനെ റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കണത്. നമ്മളെ ഇസൂന് കട്ട്ലറ്റ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് എന്നാണ് പറയണത്. കൈക്കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. കട്ട്ലറ്റ് ഇതാ ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം പുറത്ത് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു രീതിയിൽ കട്ട്ലറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അതുപോലെ തന്നെ നമ്മളെ തേങ്ങാപ്പൊറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മസ്റ്റ് ട്രൈ തന്നെയാണ്. ഈ രണ്ടായിട്ട് ഉണ്ടാക്കാനും വളരെ ഈസി ആണല്ലോ. അപ്പോൾ എന്തായാലും റമദാനിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അങ്ങനെ ഞാൻ സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ കിച്ചണിലുള്ള ബാക്കി പാത്രങ്ങളും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. കിച്ചണ് ക്ലീൻ ആയി കിടക്കാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. ക്ലീൻ ആയിട്ടുള്ള കിച്ചണിലേക്ക് കയറുമ്പോഴാണല്ലോ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുക. അങ്ങനെ ഇതാ കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇനി ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പത്തിരിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഈ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.